സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള കണവക്കറി തയ്യാറാക്കിയല്ലോ. അപ്പോൾ നാളികേര പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ കണവ റോസ്റ്റ് അതുപോലെ കണവ ഫ്രൈഡ് ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കണവ കൂന്തൽ അല്ലെങ്കിൽ സ്ക്വിഡ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 800 ഗ്രാം അളവിൽ കൂന്തൽ ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 800 ഗ്രാം എന്ന് പറയുന്നത്. ഇതുപോലെ റിംഗ് ഷേപ്പിലുള്ള കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളക് മുറിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അധികം എരിവില്ലാത്തതാണെങ്കിൽ ഒരു 5-6 എണ്ണൊക്കെ വരെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ചെറിയുള്ളി മുറിച്ചത് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മീൻ കറിയൊക്കെ ആകുമ്പോൾ, അതായത് കൂന്തൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ കൂടുതൽ നന്നായിട്ട് വരുമല്ലോ. ഇനി ഇതിലേക്ക് കുടംപുളി ഇതുപോലെ വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 2 വലിയ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുളി ഉണ്ടാകുമ്പോൾ തന്നെ ആയിരിക്കും ഇത് നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ കുടംപുളി നന്നായിട്ട് കഴുകുക, അതിനുശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ കണവ അല്ലെങ്കിൽ കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നുള്ളവർ കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകും കൂടി ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ല ഫ്ലേവറോട് കൂടി തന്നെ ഈ ഒരു കൂന്തൽ കറി മാറുക കേട്ടോ. അപ്പോൾ കൂന്തൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള, അതായത് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് ഇതിലേക്ക്, അതായത് കഷ്ണങ്ങളിലേക്ക് പുളിയും എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുക്ക് ചെയ്യണ സമയത്ത് തന്നെ ഇതിലേക്ക് പിടിച്ച് വന്നോളൂ കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ വലിയ നാളികേരമാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാളികേരത്തിൻ്റെ പകുതി മതിയാവും. ചെറിയ നാളികേരമാണെങ്കിൽ ഒരു നാളികേരം മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ 2ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കൂന്തലൊക്കെ ആകുമ്പോൾ ഒരുപാട് നാളികേരപ്പാലിൻ്റെ ആവശ്യമില്ല. നാളികേരപ്പാലിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മീനിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കില്ല. നാളികേരപ്പാലിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് വരിക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം കൂന്തൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഓവറായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ഇരിക്കും, അപ്പോൾ ടേസ്റ്റി ആയിട്ട് വരില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് കൂന്തൽ നന്നായിട്ട് കുക്കായിട്ട് വരണം. അതുപോലെ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോഴായിരിക്കും ഈ കഷ്ണത്തിൽ പുളിയും എരിവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചു വരിക കേട്ടോ. അപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും, നല്ല ടെൻഡറായിട്ട് തന്നെ വരും. നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റോളം സമയം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിലും സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കുക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചൊരു കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എരിവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1ാം പാലാണ്. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഗ്രേവി അതായത് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ. അതായത് ഇനി 1ാം പാലും കൂടി ചേർത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഗ്രേവി ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഒന്നും കൂടി തുറന്ന് വെച്ചിട്ട് ഞാനിതിപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1ാം പാൽ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 3/4 കപ്പിൽ അളവിലാണ്. അതായത് 250 ml കപ്പിൽ 3/4 കപ്പ് അളവ്. അപ്പോൾ 3/4 കപ്പ് മുതൽ 1 കപ്പൊക്കെ വരെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് 1ാം പാൽ ഉപയോഗിക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മതി കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്. ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ, അതായത് ഒന്നും കൂടി കുറുകി വരുമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ തന്നെ കേട്ടോ.
ഇത് മതി. ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കാച്ചി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ തന്നെയായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കും. ഇനി ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷമാണ് പിന്നെ നമ്മളിത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയത് തന്നെയായിരിക്കും ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ഈ ഒരു കറിയിലേക്ക് ശരിക്കും വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു കൂന്തൽ കറിയാണ്. എൻ്റെ അമ്മ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് മുളക് പൊടി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ വരും. അപ്പോൾ എരിവ് പോരാന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് അത്യാവശ്യം എരിവുണ്ട്, പിന്നെ അത്യാവശ്യം പുളിയും ഉണ്ടാകുമ്പോൾ തന്നെയായിരിക്കും ഈ ഒരു കറി നന്നായിട്ട് തന്നെ വരും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്, നന്നായിട്ട് തന്നെ വരും. അപ്പോൾ സ്ക്വിഡ് ഫ്രൈ അല്ലെങ്കിൽ സ്ക്വിഡ് റോസ്റ്റ് ഒക്കെ കഴിച്ച് മടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നാടൻ രീതിയിലുള്ള ഒരു നല്ലൊരു അടിപൊളി കണവക്കറി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.